ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വീണ്ടും നല്ലൊരു പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് കണ്ടുമുട്ടുവാൻ നല്ല നാഥൻ സഹായിച്ച നല്ല നിമിഷങ്ങളോ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഓരോ ദിവസവും മിഷൻ 7 നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രഭാത ധ്യാനത്തിൽ നിങ്ങൾ ഏവരുടെയും പങ്കാളിത്തമുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ ഏവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഈ സൗത്ത് കേരള സെക്കൻഡ് മിഷൻ 7 ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ ചിന്താവിഷയം നമുക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മനസ്സിൻ്റെയും സ്വഭാവത്തിൻ്റെയും വികസനത്തിന് ശരീരാധ്വാനം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ഏവരും അനുഗ്രഹിക്കും. നമുക്ക് ഒരുമിച്ച് ഇന്ന് 40 നിമിഷം ധ്യാനിക്കാം. നിങ്ങളേവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. വേദഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത് യെശയ്യാ പ്രവചനം 65 അധ്യായം 21-22 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. യെശയ്യാ പ്രവചനം 65 അധ്യായം 21-22 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. അവർ വീടുകളെ പണിത് പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്നും വരികയില്ല, അവർ നടുക മറ്റൊരു തിന്നുക എന്നും വരികയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാകും, എൻ്റെ വൃതന്മാർ തങ്ങളുടെ അധ്വാനഫലം അനുഭവിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായ പ്രത്യാശ നിർഭരമായ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. ഇസ്രായേലിന്റെ നാളുകൾ എന്ന പോലെ ഇപ്പോഴും ഓരോ യുവാവും യുവതിയും പ്രായോഗിക ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തിന്റെ കർത്തവ്യങ്ങളിൽ ഉപദേശിക്കപ്പെടണം എന്നുള്ളത് വളരെ കർക്കശമായ നിലപാടാണ്. ഇപ്പോൾ ഇസ്രായേൽ ദൈവത്തിന്റെ മക്കളെല്ലാവരും കഠിനമായ അധ്വാനങ്ങളിലൂടെ ബലിഷ്ഠമായ ശക്തിയോടുകൂടി അവര് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച സംഭവം നമുക്ക് ഏവർക്കും അറിയാം. ഇന്ന് വാസ്തവത്തിൽ നമ്മളെല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം നമ്മൾ വാക്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. അവർ വീടുകളെ പണിത് പാർക്കുമെന്നും അവർ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി വയലിലെ ഫലം അനുഭവിക്കുമെന്നൊക്കെ വേദപുസ്തകം നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ. വാക്യം യെശയ്യാവിന്റെ പുസ്തകം 65 അധ്യായം 21-22 ഭാഗം നമ്മൾ വായിച്ചു. അപ്പോൾ വീടുകള് പണിത് പാർക്കണമെങ്കിൽ, മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന് ഫലം അനുഭവിക്കണമെങ്കിൽ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർക്ക് കായികാധ്വാനം, ആരോഗ്യം അത്യന്താപേക്ഷിതമാണ്. എന്താണെന്നറിയാം ഇങ്ങനെ പറയാൻ കാരണം, ഓരോരുത്തരും ശാരീരിക അധ്വാനത്തിന്റെ ഏതെങ്കിലും ഒരു ശാഖയിൽ അവർക്ക് അറിവുണ്ടായിരിക്കണം. ആരോഗ്യത്തെക്കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. ശാരീരികമായും ആത്മികമായും വളരുവാൻ, അവർക്ക് ആത്മികമായി ഉത്തേജനം ലഭിക്കുവാൻ ഒരറിവുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നാം ഏതിനാണോ തുടക്കം കുറിക്കുന്നതെല്ലാം പാളിപ്പോകും. നമുക്ക് ആരോഗ്യത്തെക്കുറിച്ച്, അധ്വാനത്തെക്കുറിച്ച്, സ്വയം ബലപ്പെടുവാനുള്ളതായ സംഗതികളെക്കുറിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിലൂടെയും നാം എന്ത് ചെയ്യണം? വളരെയധികം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം. ഇത് വളരെ അത്യാവശ്യമാണ് സഹോദരി സഹോദരന്മാരെ. നാം ഇന്ന് പലരും രോഗാവസ്ഥയിലാകുവാനുള്ള ഏക കാരണം നമുക്ക് വ്യായാമം, അധ്വാനം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെയും സ്വഭാവത്തിൻ്റെയും വികസനത്തിന് ശരീര അധ്വാനം അത്യന്താപേക്ഷിതമാണ്. ആത്മീകമായി വളരുവാൻ, അത് മാത്രമല്ല ആത്മീകമായി ഉന്നതിയിലെത്തുവാൻ, ആത്മീക ഉത്തേജനം ലഭിക്കുവാൻ ശാരീരിക അഭ്യാസം അത്യന്താപേക്ഷിതമാണ്. ഇവിടെ വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ ഇളകിമറിയലിനെ കുറിച്ചും സുരക്ഷിതമായി മാത്രമല്ല അതിന് ശാരീരിക, മാനസിക, ധാർമ്മിക വികസനത്തിനും സ്വാധീനമുണ്ട്. എല്ലാത്തിനും നമ്മൾ സ്വാധീനിക്കപ്പെടുന്ന ഒരു ശക്തി നമ്മളിലുണ്ട്. എന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം. ഇളകിമറിയലിനെതിരെ സുരക്ഷമായി മാത്രമല്ല അതിന് ശാരീരിക, മാനസിക, ധാർമ്മിക
വികസനത്തിനും സ്വാധീനമുണ്ട്. കാരണം ജീവനോപാധിയായി ഒരുവന് ശരീരാധ്വാനം സ്ഥിരീകരിക്കേണ്ടതിന് ഒരുപക്ഷെ അവന് അധ്വാനം ആവശ്യമാണ്. ആ അധ്വാനത്തിലൂടെ കായികമായും ആത്മികമായും അവന് സ്വാധീന ശക്തി ലഭിക്കുന്നു. ഈ സ്വാധീന ശക്തിയിലൂടെ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ചെയ്യുവാൻ കഴിയും. ഒരു സഭാ രൂപീകരണം, ഒരു കൂട്ടായ്മ രൂപീകരണം, അതുപോലെ തന്നെ മറ്റ് ആത്മികമായ രൂപീകരണത്തിനെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം, അവന് ശാരീര അധ്വാനം ശീലിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പ്രായോഗിക പ്രവൃത്തി പരിചയം കൂടാതെ കേവലം പുസ്തകജ്ഞാനം മാത്രം കൊണ്ട് ഒരു മനുഷ്യന് ആരോഗ്യവാനായി തീരുവാൻ കഴിയില്ല എന്ന് പറയുന്നു. പുസ്തക വായന കൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ആരോഗ്യവാനായി തീരാൻ ഒരു അറിവ് നേടാൻ മാത്രമേ കഴിയുള്ളൂ. അതേ പക്ഷം സമതുലമായ ഒരു വിദ്യാഭ്യാസം ഉണ്ടെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. എന്നാൽ പല തൊഴിൽ മേഖലകളിലും ചെലവിടമായിരുന്ന ഊർജം അവഗണിക്കപ്പെട്ടു പോകുന്നു. പക്ഷെ ആ ഊർജം നമ്മൾ സംഭരിക്കണമെങ്കിൽ അധ്വാനശീലരായി മാറണം. എങ്കിൽ മാത്രമേ കായികമായും ആത്മികമായും അല്ലെങ്കിൽ ശാരീരികമായും നമുക്ക് വളരുവാനും ഉയരുവാനും സാധിക്കുള്ളൂ. ഒരുപക്ഷെ മുഴുവൻ വ്യക്തിയുടെയും ആരോഗ്യകരമായ വ്യായാമം വിശാലവും സമഗ്രവുമായ ഒരു വിദ്യാഭ്യാസ വിജയം നൽകുന്നു. അതാണ് ഏറ്റവും പ്രാധാന്യം. ഏതാണ്? ഒരു മുഴുവൻ ജനതയും അല്ലെങ്കിൽ വ്യക്തിയുടെയും ആരോഗ്യകരമായ വ്യായാമം, അത് വിശാലവും സമഗ്രവുമായ ഒരു വിദ്യാഭ്യാസ വിജയം നൽകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെറും ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അറിവുകൾ മാത്രമേ നേടുവാൻ കഴിയുള്ളൂ, അറിവ് സമ്പാദിക്കാൻ മാത്രമേ കഴിയൂ. അതേ പക്ഷം വ്യായാമയിലൂടെ ഒരുപക്ഷെ ആരോഗ്യകരമായ വ്യായാമം വിശാലവും സമഗ്രവുമായ ഒരു വിദ്യാഭ്യാസ വിജയം നൽകും. മാത്രമല്ല, ഓരോ വിദ്യാർത്ഥിയും ആ ദിവസത്തിൻ്റെ ഒരു ഭാഗം സജീവമായ അധ്വാനത്തിന് നീക്കി വയ്ക്കേണ്ടതായിട്ടുണ്ട്. പഠിക്കുന്ന ഏതൊരു വലിയ വിദ്യാർത്ഥിയും അധ്വാനത്തിനായി എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. എന്താണ്? അവൻ ആത്മിക ഉത്തേജമുള്ളവനായി തീരണം. മനസ്സിന് ആരോഗ്യമുണ്ടാകണം, ശാരീരികമായ ആരോഗ്യമുണ്ടാകണം. എങ്കിൽ മാത്രമേ ദൈവിക വികസനത്തിന് അടിത്തറ ഇടുവാൻ തക്കോണം സാധിക്കുകയുള്ളൂ. അവസാനം ഞാൻ പറയുകയാണ്, ശരീരാധ്വാനവും മാനസിക വ്യായാമവും സംയോജിപ്പിച്ച് നേടിയ ഒരു പ്രായോഗിക ജീവിതത്തിലെ അല്ലെങ്കിൽ ചിട്ട അല്ലെങ്കിൽ അച്ചടക്കം മതകരമാക്കാൻ തക്കണം സാധിക്കും. അതൊരു അനുഗ്രഹമായി ചേർന്ന് സാധിക്കും. ദൈവം മനുഷ്യർക്ക് ചെയ്യുവാൻ നിയോഗിക്കുന്ന വേലയെ നന്നായി ചെയ്യുന്നതിന് അത് മനസ്സിനെയും ശരീരത്തെയും ഗുണീഭവിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രേക്ഷകരായ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദൈവവേലയിൽ നമ്മളായിരിക്കുമ്പോൾ, ദൈവ പൈതലായി ദൈവമകനായി തീരുമ്പോൾ നമുക്ക് കായിക അധ്വാനം കൂടിയേ തീരും. ഇതിലൂടെ ആത്മീക വർധനയ്ക്കും അതുപോലെ ആത്മീകമായ വികസനത്തിനും ശാരീരികമായ ആത്മീയ ഉണർവിനും നമുക്ക് വ്യായാമം കൂടിയേ തീരൂ. അതിലൂടെ ഊർജ്ജസ്വലരായി, തുടർന്ന് ദീർഘായുസ്സുള്ളവരായി, ചുറുചുറുപ്പുള്ളവരായി ദൈവത്തിൻ്റെ വേല നയിക്കുന്ന സാധിക്കും. ഒരുപക്ഷെ നമുക്ക് ഇന്ന് ഈ പ്രഭാതം മുതൽ വരും ദിവസം നമുക്കത് ശീലിക്കേണ്ടിയിരിക്കുന്നു. കാരണം മനസ്സിൻ്റെയും സ്വഭാവത്തിൻ്റെ വികസനത്തിന് ശരീര അധ്വാനം കൂടിയേ തീരൂ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. കാരണം മാതാവിനെ ഏദൻ തോട്ടത്തിൽ അവരെ കുടുംബമാക്കുമ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു: തോട്ടം കാപ്പാനും വേല ചെയ്യുവാനും അവരെ ആക്കി തന്നു. അത് നമ്മളും ചെയ്യണം. ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വൻ വികസനത്തിനായി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന സാധിക്കൂ. നമ്മുടെ കണ്ണിലടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെടുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാത ധ്യാനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഓരോരുത്തരും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യം, അതേ നമ്മുടെ ശാരീരികമായ ആരോഗ്യം ലഭിക്കണമെങ്കിൽ അധ്വാനം അത്യന്താപേക്ഷിതമാണ് എന്ന് വചനത്തിലൂടെ നിന്ന് കേട്ട് കഴിഞ്ഞു. ആയതുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് സ്വർഗതുല്യമായ ഒരാരോഗ്യം നമുക്ക് ലഭിപ്പാൻ
ഈ വരും ദിവസം ഞങ്ങളെ സഹായിക്കണം. എല്ലാവരും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലവും യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.